നമസ്കാരം. ഏതൊരു പാർട്ടിയുടെയും ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇനി ഈ ഭരണം തുടർന്ന് ഈ സംസ്ഥാനത്ത് വരുമോ അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളത് ആ സംസ്ഥാനത്ത് ഉള്ള പോലീസ് സംവിധാനത്തിന് അറിയാൻ കഴിയും എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? സത്യമുണ്ട് എന്ന് തന്നെ നമുക്ക് ധരിക്കാം. അതായത് 2026 ഒരു വേള ഒരിക്കൽ കൂടി ഇടതുപക്ഷം പിണറായി സർക്കാർ CPM ഭരണത്തിൽ വരുമോ എന്ന് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് അറിയാം. അതുകൊണ്ടാണോ അങ്ങനെ പോലീസ് സംവിധാനത്തിന് ഈ CPM ഭരണത്തിൽ വരുമെന്നോ വരില്ലെന്നോ അറിയുന്നത് കൊണ്ടാണോ പോലീസ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. അതായത് അതുകൊണ്ടാണോ പോലീസ് കയറൂരി വിട്ടതുപോലെ സർക്കാരിന്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് സംശയമുണ്ടാക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അതായത് ഇനി ഒരിക്കൽ കൂടി ഈ പറയുന്ന രീതിയിൽ ഒരു തുടർ ഭരണം ഇവിടുത്തെ പോലീസ് തുടങ്ങി ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വരെ ഇനി വേണ്ട, ഇനി ഈ LDFന്റെ ഭരണം വേണ്ട, CPMന്റെ ഭരണം വേണ്ട എന്ന് ധരിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സംശയം, അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഇന്നലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോയ കൊടും ക്രിമിനലുകൾ TP വധക്കേസിലെ പ്രതികളൊക്കെ മദ്യപിക്കാൻ അവസരം ഒരു ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ച് വളരെ ഓപ്പണായി മദ്യപിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ വീഴ്ചയല്ലേ? അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടല്ലേ എന്നൊരു ചോദ്യം നമുക്കിവിടെ ഉണ്ടാകുന്നു. ഒരു ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമല്ലേ എന്നാണ് നാം ചോദിക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ പൊതുവഴിയിൽ ഒന്ന് സിഗരറ്റ് വലിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പുകവലിച്ചാൽ അത് കുറ്റമാണ്. അതിൽ പറയുന്ന പോലെ മദ്യപാനമായാൽ അതും കുറ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൊടും കുറ്റം, ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റം നടന്നിട്ട് അതിന്റെ പേരിൽ വകുപ്പ് തല അന്വേഷണം മാത്രമേ ഈ നിമിഷം വരെ പോലീസ് വകുപ്പ് എടുത്തിട്ടുള്ളൂ. 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സസ്പെൻഷൻ അപ്പുറം മറ്റൊന്നും തന്നെ ഇവിടെ ഉണ്ടാകാനില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിൽ അവരുടെ ജീവനെ പേടിച്ചിട്ടാണോ ഈ കൊടും ക്രിമിനലുകൾക്ക് മദ്യപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്? ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന കൊടും ക്രിമിനൽ കൊടി സുനി എന്ന കുപ്രസിദ്ധ കുറ്റവാളി ഇതിനു മുമ്പും ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോ ഇത് മാത്രമല്ല, പോലീസിന്റെ ഈ അടുത്തിടെയുള്ള പല പ്രവർത്തനങ്ങളും നാം കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു വാഹന പരിശോധനയുടെ പേരിൽ ഒരാളുടെ കരണം അടിച്ചു പൊളിക്കുന്ന രംഗമാണ് കണ്ടത്. എല്ലാം ചെയ്തതിന് ശേഷം ഒരു സസ്പെൻഷനും ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ സർക്കാരിനെ ഒന്ന് ആകെ മൊത്തം നാറ്റിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു സംശയം ഉണ്ടായി പോകുന്നതിൽ തെറ്റുണ്ടോ? അതായത് എത്ര മണ്ഡലം LDFന് കിട്ടും, അതിൽ തന്നെ എത്ര സീറ്റ് CPMന് കിട്ടും എന്നുള്ളത് വരെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഇതിനോടകം തന്നെ റിപ്പോർട്ട് കിട്ടിക്കാണും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമുക്ക് അങ്ങനെ തന്നെ ധരിക്കാം. കാരണം ഭരണവിരുദ്ധ വികാരം സർക്കാരിന്റെ മേൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് പോലും ഇവർക്ക് അറിയാൻ കഴിയും. ഇപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിലും ഒക്കെ തന്നെ സർക്കാരിന് കൃത്യമായി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ CPM ജയിക്കുമോ അല്ലെങ്കിൽ CPM തോക്കുമോ, എത്ര വോട്ട് കിട്ടും, എത്ര ശതമാനം വോട്ട് കിട്ടും, ഇതൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരിക്കും മാറ്റം? ഒരു വേള ഭരണത്തിനെ നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നാറ്റിക്കുക എന്നുള്ള ഒരു കൃത്യത്തിലേക്കാണോ പോകുന്നത്? റവാഡ ചന്ദ്രശേഖർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഗുണ്ടകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഭാഷ്യമുണ്ട്. അതായത് പോലീസിന്റെ പണി ചെയ്യണം, ഗുണ്ടകളുടെ പണി ചെയ്ത് പോകുമ്പോൾ പോലീസിന്റെ പണി ചെയ്യണം. അല്ലാതെ പോലീസ് ഗുണ്ടകളുടെ പണി ചെയ്യുകയും ഗുണ്ടകൾ പോലീസിന്റെ പണി ചെയ്യുകയും ചെയ്താൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചായിരിക്കും എന്ന് റവേഡ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് പോയ ഗുണ്ടകൾ, കുപ്രസിദ്ധ കുറ്റവാളികൾ, ഈ കുറ്റവാളികളെ CPM എന്ന് പറയുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്തിന് ഇങ്ങനെ ഫേവറിസം ചെയ്യുന്നു, എന്തിന് ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നു? മറ്റൊരു കുറ്റവാളിക്കും കൊടും കുറ്റവാളികളായി ഇവർക്ക്
ഇവർക്ക് ഈ നൽകുന്ന പരിരക്ഷ, എന്തിന് ഇങ്ങനെ ഇവർക്ക് പരിരക്ഷ നൽകുന്നു? സർക്കാർ ഇവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടോ? ഒരു കുറ്റവാളിക്കും കിട്ടാത്തത്രയും പരോളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവർക്ക് അനുവദിക്കുന്നു. കണ്ണൂർ ജയിലിൽ തന്നെ ഇവരെ പാർപ്പിക്കുന്നതിന് പിന്നിലെ രഹസ്യമെന്ത്? ഇങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് TP കേസിലെ ഈ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് വിചാരണ കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു മദ്യപാന സദസ്സ് ഏർപ്പെടുത്തി കൊടുക്കുക, അതും പോലീസ് കാവലിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത്, പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് എന്തിന് ഇങ്ങനെ ഈ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നു? അതോ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചെയ്ത് ഈ സർക്കാരിന് ഒരു നാറ്റപ്പേര്, ഒരു മോശപ്പേര് ഉണ്ടാക്കാൻ പോലീസ് സംവിധാനം തുനിഞ്ഞിറങ്ങുന്നതാണോ? അതിനെ ഒരു കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസ് വകുപ്പ് എസ്പെഷ്യലി കൈകാര്യം ചെയ്യുന്ന പ്രമുഖ വ്യക്തിയും ശ്രമിക്കുന്നത് എന്ന് ഈ സമൂഹത്തിന് ചോദിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പ്രസ്ഥാനം ഇനി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരണമോ വേണ്ടയോ, ഭരണത്തിൽ വന്നാൽ ഇതിനപ്പുറവും ഇതിനപ്പുറവും സംഭവിക്കും എന്ന് കണ്ട് വിലപിക്കുന്ന കുറെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെയൊക്കെ തിരുമണ്ടന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും, അവർക്ക് കാണേണ്ടി വരുന്നത്. ഏതായാലും സർക്കാരിന് ഒരു വീഴ്ചയുണ്ട്, ഇനി ഒരു ഭരണം ഉണ്ടാകില്ല എന്ന് മുൻകൂട്ടി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോലീസ് ഇത്തരത്തിലുള്ള നിയമത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് നാം ചോദിച്ച് പോവുകയാണ്.